ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കാരണം അറിയാലോ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഒറ്റ വീഡിയോസ് എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. നമ്മൾ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ ചെയ്യണം, പാക്കിങ് ചെയ്യണതിന്റെ വീഡിയോ, പർച്ചേസിന്റെ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വീഡിയോസ് പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്കും ഒരു പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് പോകേണ്ടത്. അത് കാരണം ഒന്നിനും പറ്റിയില്ലായിരുന്നു. അപ്പോ അത് പിന്നെ അതിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിലായ കാരണമൊക്കെ ആയിപ്പോയപ്പോ നമുക്ക് വീഡിയോസ് ഇടാനും നേരമില്ലാണ്ടായി. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ മറ്റേ സൗമ്യം 2 കുട്ടികളുണ്ടല്ലോ, അവരെ മാനേജ് ചെയ്യലും പിന്നെ സൗമ്യയുടെ പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. അപ്പൊ അത് വീഡിയോസ് ഇടാൻ ഇങ്ങനൊക്കെ പറ്റാതിരുന്നത്. അപ്പോൾ പരമാവധി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നമ്മള് അപ്പൊ നമുക്കിപ്പോ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ആ ഡെലിവറിക്ക് പെട്ടെന്ന് തന്നെ പോവാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14-ാം തീയതി രാത്രി കിടക്കണ വരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോർമലായിട്ട് തന്നെ അന്നത്തെ ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ. നമ്മള് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ കൈമാറിയിട്ട് അന്നത്തെ രാത്രി ഞങ്ങള് ഫുഡ് കഴിച്ച് കിടന്നു. പിന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഈ ചെറുതായിട്ട് ഇങ്ങനെ വയറ്റില് വേദന പോലെ തോന്നാൻ തുടങ്ങി. നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് ഡേറ്റ് പറഞ്ഞത് 28-ാം തീയതി ഡേറ്റ് പറഞ്ഞത്. അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് നമ്മളാ 28-ാം തീയതി എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഈ വാലന്റൈൻസ് ഡേന്റെ അടുത്ത ദിവസം നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ ബാഗ് പാക്ക് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് സമയം ഇരിക്കുന്നുണ്ടോ. അപ്പൊ 14-ാം തീയതി ഞങ്ങൾ കിടക്കണവരെ അതിനുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു. പക്ഷെ 14-ാം തീയതി ഇവൾക്ക് വേദന ഒന്നും ചെറുതായിട്ട് പ്രസവ വേദന ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ആദ്യത്തെ കുഞ്ഞിന് പ്രസവ വേദനയായിട്ട് വന്നിട്ടില്ല. നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്, ചെക്കപ്പിന് പോകുമ്പോഴാണ് എനിക്ക് പ്രഷർ കൂടിയിട്ട് അഡ്മിറ്റ് ആക്കിയിട്ട് ഡെലിവറി പെട്ടെന്ന് നടത്തിയെടുത്തത്. അപ്പൊ എനിക്ക് പ്രസവ വേദന അങ്ങനെ വേദന വന്നിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് വേദനയാണോ, ചെറിയ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന പോലെ ഒരു ലക്ഷണം തന്നെ. ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഒന്ന് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന രീതിയിൽ. അപ്പം ഞാൻ പിന്നെയും ടോയ്ലറ്റിൽ പോകും. പക്ഷെ യൂറിൻ അങ്ങനെ പോണില്ല. ടോയ്ലറ്റിൽ പോകണമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നെങ്കിലും നമ്മൾ അവിടെ ചെന്നിരിക്കും, വീണ്ടും വന്ന് കിടക്കും. അങ്ങനത്തെ എന്നിട്ട് രാത്രി ഇങ്ങനെ തട്ടിട്ട് വിളിച്ചു. നല്ല ഉറക്കം. അപ്പൊ എനിക്ക് വിളിച്ചുണർത്തണമെന്നുണ്ടെന്ന് വേണ്ട. ഒരു ഉറക്കം കണ്ടപ്പോ ഞാൻ വേണ്ട, കിടന്നോട്ടെ, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ ശല്യപ്പെടുത്തണ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ഒരു 2-3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് പിന്നെ പറ്റാത്ത രീതിയിലോട്ട് ആവുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു, എനിക്ക് തീരെ പറ്റുന്നില്ല, ഈ പ്രസവ വേദനയാണോ എനിക്ക് അറിയില്ല. അപ്പൊ ആലോചിച്ച് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല ചിലപ്പോ, പക്ഷെ ഈ പ്രസവ വേദനയുടെ ലക്ഷണമൊന്നും അല്ല. ചിലപ്പോ ഹോസ്പിറ്റലിൽ പോകണ്ട, കുറച്ച് കഴിയുമ്പോ മാറുമായിരിക്കും. എനിക്കൊന്ന് കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി, എനിക്ക് വയറൊന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു. വേണ്ട, നമുക്ക് പോകുന്നു. പെട്ടെന്ന് അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. പെട്ടെന്ന് സാധനങ്ങളൊക്കെ നമ്മള് ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ട കാര്യത്തിനെല്ലാം ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു പെട്ടെന്ന് കിട്ടുന്ന ബാഗിലും ബാസ്കറ്റിലൊക്കെ കുത്തി നിറച്ചു. എന്നിട്ട് പിന്നെ ഭാഗ്യത്തിന് പിന്നെ അനിയനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി. വണ്ടിയിൽ കയറുമ്പോ ഈ ചെറുതായിട്ട് നല്ല വേദന കൂടി വന്നോണ്ട്. അപ്പൊ എനിക്ക് തോന്നി പ്രസവം തന്നെ ആവും. ഹോസ്പിറ്റലിൽ എത്താറായപ്പോ തന്നെ എനിക്ക് വേദന തീരെ നിക്കാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് ഇറങ്ങി ഹോസ്പിറ്റലിലെ അതിന്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ എനിക്ക് നിക്കാൻ പറ്റുന്നില്ല. അവരെപ്പോഴേ ലേബർ റൂമിലോട്ട് കയറ്റി ECG ഒക്കെ നോക്കാൻ പോലും എനിക്ക് ECG നോക്കാനൊക്കെ കിടത്തി. പക്ഷെ എനിക്ക് പറ്റണില്ലായിരുന്നു. പെട്ടെന്ന് പറ്റണില്ലാന്ന് പറഞ്ഞപ്പോഴേ അവര് സ്ട്രെച്ചറില് ലേബർ റൂമിലൊക്കെ. അതിന് മുമ്പ് വേറെ കോമഡികളുണ്ട് കേട്ടോ. ഇതില് ഞാൻ പറഞ്ഞുതരാം. ഇതിനും വലിയ ഒരു കോമഡി ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് നമുക്ക് ജൂനിയർ ഡോക്ടർമാരോട് നമുക്കുണ്ടായ കുറച്ച് പ്രശ്നമുണ്ട്. നമ്മള്
ആദ്യത്തെ ഉണ്ണീനെയും മുളകുംതാവ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പ്രസവിച്ചത്. അപ്പോൾ നമ്മള് അവിടെ തന്നെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം മറ്റേ നമ്മുടെ ആദ്യത്തെ ഉണ്ണിക്ക് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ ആദ്യത്തെ ഉണ്ണിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിന്റെ. അപ്പൊ അതിന്റെ ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും എപ്പോഴും അവിടെ പോയി വരേണ്ടത് കാരണം നമ്മൾ ഇവിടെയും അവിടെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഇവർക്ക് ലേബർ പെയിൻ വന്ന് ആ ദിവസം നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മള് വേഗം കാഷ്വാലിറ്റിയുടെ അവിടേക്ക് പോയി. അപ്പൊ കാഷ്വാലിറ്റിയുടെ അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ, അവിടുത്തെ സ്റ്റാഫ് ഇവിടെ വേഗം ഇവൾക്ക് വേദന അത്രയ്ക്കും വേദനയായപ്പോ നമ്മൾ ചെന്ന വഴിക്ക് നടന്നു പോകാൻ പറ്റും. ഞാൻ നോക്കാന്ന് പറഞ്ഞു, പക്ഷെ ഒരു സ്റ്റെപ്പ് ഒരു കാലടി വെച്ചപ്പോ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുന്നില്ല. അപ്പൊ വേഗം അവര് വീൽ ചെയർ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് കൊണ്ടുപോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു OP ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു, അങ്ങോട്ട് വരാൻ പറഞ്ഞു ഈ സ്റ്റാഫ്. അപ്പോൾ അതാണ് നീ പറഞ്ഞുതരാം, ജൂനിയർ ഡോക്ടർമാരുടെ അവരെ ഇതുള്ള അപ്പോൾ അവിടെ ചെന്ന് OP ടിക്കറ്റ് എടുക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു ജൂനിയർ ഡോക്ടർമാർ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ നമുക്ക് എഴുതി തരാൻ വേണ്ടിയിട്ട് എവിടേക്കാണെന്നുള്ളത്. അപ്പം നമ്മൾ ചെന്ന വഴിക്ക് പറഞ്ഞു വൈഫിനെ മറ്റേ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞ വഴിക്ക് ചൂടായിട്ട് ജൂനിയർ ഡോക്ടർ ചൂടായിട്ട് ഭയങ്കര എന്തോ വലിയ സംഭവം പോലെ ചൂടായിട്ട് നമ്മുടെ അടുത്ത് പറയാം, നിങ്ങൾ ആരോട് വെച്ചിട്ടാ പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുപോയത്? പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയണം, ഞങ്ങൾ നിർദ്ദേശിക്കണം ഏത് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ് അവളെ വീൽ ചെയറിൽ എഴുതിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത്, എന്നിട്ട് അവരാണ് നമ്മളെ OP ടിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞത്. നിങ്ങൾ പേഷ്യന്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ OP? ഓരോരുത്തരുടെ ജീവൻ വരെ ഇരിക്കണത്. അപ്പോ അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഓരോരുത്തരുടെ ജീവൻ വരും. അവര് ചെറിയ അശ്രദ്ധ മൂലം ഉണ്ടാവുന്ന വലിയ വലിയ മിസ്റ്റേക്കുകളാണ്. പക്ഷെ അന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ് ഇട്ട് കിട്ടിയെങ്കിൽ നമുക്ക് മുൻകൂട്ടി പ്രസവം ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പൊ അത് അങ്ങനെ അറിയാൻ അപ്പൊ ഇപ്പൊ പലർക്കും പിന്നെ ഇതിലിപ്പോ തോന്നിയിട്ടുണ്ട് താനിങ്ങനെ എല്ലാത്തിനും കുറ്റം പറയില്ല. നമ്മളിപ്പോ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ സർക്കാർ ആശുപത്രികളും സർക്കാർ സേവനങ്ങളും തന്നെയാണ് നമ്മളെപ്പോഴും ആശ്രയിക്കാറുള്ളത്. അപ്പോ അത് ഇത് നമ്മുടെ അവകാശം കൂടിയാണ്. ഇത് അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഡോക്ടർ ചെയ്തത് കാരണം പിന്നെ നമുക്ക് ലാസ്റ്റത്തെ സ്കാനിങ് പിന്നെ ഇവര് ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോ അവര് പിന്നെ പറയണം കേട്ടോ, അതായത് 1 മണി 2 മണി സമയത്ത് ഇവരുടെ മറ്റേ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഡേറ്റ് ഇടാൻ പോയവരവര് പിന്നെ ഈ പ്രഗ്നന്റ് ആയ ആളോട് പറയാണ് അതെ എന്നിട്ട് പിന്നെ സ്കാനിങ്ങിന്റെ ഡേറ്റ് തരാന്ന് പറഞ്ഞത് എത്രയാണോ 8 മണി കഴിഞ്ഞിട്ട് രാത്രി 8 മണി അന്നേരം ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ അവരവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പോയി. അടുത്ത ആൾക്കാര് ഷിഫ്റ്റിന് കയറി. അവരാണ് പിന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവര് പറയുന്നത് നിങ്ങൾക്ക് 8 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡേറ്റ് ഇട്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ദിവസം വരാം. അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് 8 മണിയിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇവര് രാവിലെ 6 മണിക്ക് പോയതോ. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ തിരിച്ചു വന്നു. പിന്നെ നമ്മള് അടുത്തൊരു ദിവസം നോക്കിയിട്ടാണ് നമ്മൾ സ്കാനിങ് പോയതിട്ടാ. അപ്പോഴേ പെട്ടെന്ന് ഉണ്ണേറ്റു, അത് കാരണട്ടാ കുറച്ച്. അപ്പൊ പിന്നെ നമ്മള് പിന്നെ അടുത്തൊരു ദിവസം പോയി. അപ്പോ നമുക്ക് ഡേറ്റ് കിട്ടിയത് പിന്നെ 17-ാം തീയതി കേട്ടാ. ഡേറ്റ് വാങ്ങാനായിട്ട് നമ്മൾ പോയി. 17-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത്. 17-ാം തീയതി കിട്ടിയിട്ട് നമുക്ക് പക്ഷെ 15-ാം തീയതി ഇവൾക്ക് വേദന വന്ന് അങ്ങനെ പോകേണ്ടോന്നു. അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ജൂനിയർ ഡോക്ടർമാരുടെ കാര്യങ്ങള്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജൂനിയർ ഡോക്ടർമാരെ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ അനിയനെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോയപ്പോഴും ജൂനിയർ ഡോക്ടർമാരെ ഇത്തരത്തിലുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം എന്താ പറയണ, അവര് പഠിച്ചു വരുന്ന സംഭവം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചിട്ട് ഇത്തരം ജോലികളും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ജീവനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര എന്താ പറയണ, ഇങ്ങനത്തെ ചെറിയ തെറ്റുകൾ മതി, അവരുടെ സൈഡിൽ നിന്നുള്ള ചെറിയ തെറ്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരന്റെ കയ്യാളായിരിക്കുക എന്നുള്ളത് പോലെയാണ് ഡോക്ടർമാരെന്ന് പറയുന്നത്. അവര് ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പക്ഷെ ചിലപ്പോൾ വലിയൊരു ജീവിത പ്രശ്നമായി മാറും വലിയ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മള്
എന്താ ഡെലിവറി നമ്മൾ രാവിലെ പോയില്ലോ, പോയിട്ട് പിന്നെ ഒരു 7:50 ആയപ്പോ സൗമ്യ പ്രസവിച്ചു വിട്ടാ. ചെന്നിട്ട് നമ്മള് ചെന്ന് ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ കയറ്റുമ്പോ തന്നെ നമുക്ക് ആ വെള്ളം പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള വൈറ്റ് ഡ്രസ്സ് നമ്മളപ്പോ അത് കരുതിയില്ലെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് വെപ്രാളത്തിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ അതിന് അവര് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഡെലിവറി റൂമിൽ കയറുമ്പോ നിങ്ങള് വൈറ്റ് ഡ്രസ്സിലല്ലേ കയറണ്ടേന്ന് വെച്ചിട്ട് തന്നെ അവര് ചീത്ത പറഞ്ഞു. അപ്പൊ ഡോക്ടറെ വേദനയായിട്ട് വന്നു. അപ്പൊ നമുക്കത് വാങ്ങാനായിട്ട് ആൾ പോയിട്ടുണ്ട്, പുറത്ത് ആൾക്കാരുണ്ട്. അപ്പൊ അവര് വൈറ്റ് ഡ്രസ് ഇല്ലാണ്ട് ലേബർ റൂമിലോട്ട് കയറാൻ പാടില്ല എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സിസ്റ്റം അപ്പൊ തന്നെ പെട്ടെന്ന് എത്തിച്ചു വിട്ടാം. അപ്പൊ തന്നെ ലേബർ റൂമിൽ കയറിയത് അപ്പൊ തന്നെ പ്രസവിച്ചു. പ്രസവമായിരുന്നു. സുഖപ്രസവമായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5 ദിവസം പ്രകാരം ഉത്തര നക്ഷത്രമാണ്. അതിപ്പോ അത്രത്തോളം നല്ല തന്നെ ആയിരിക്കും. ഞങ്ങളുടെ മൂത്ത മോന്റെ ഭരണി നാളായിരുന്നു. അതിലിപ്പോ അതൊന്നും പറയണതിൽ വലിയ കാര്യമില്ല. എന്നാലും ഞാൻ നിങ്ങളോട് നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ എല്ലാവരോടും ഷെയർ ചെയ്തൊന്നും കൂടെ. അപ്പൊ നമ്മള് സുഖപ്രസവമായിരുന്നു, പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് പോരേണ്ടി വന്നു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണി വെയിറ്റ് ഉണ്ടായിരുന്നു. 3,200 ഉണ്ടായിരുന്നു ഉണ്ണിക്ക് വെയിറ്റ്. നമ്മുടെ ആദ്യത്തെ മോന് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മള് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 1,100 അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ മോന്റെ തൂക്കം. അതുപോലെ മാസം തികയാതെ പ്രസവിച്ചതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈശ്വരൻ ഈ പ്രാവശ്യം നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നില്ല. അതെ, ഇനിയും ലൈഫില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണികളുടെ കാര്യത്തിലാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻസ് കൂടും. ഞാനിപ്പോ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നിട്ട് നമ്മുടെ പ്രാർത്ഥനയും ഇതായിരുന്നു ഒരു ഇതില്ലാതെ. കാരണം നമ്മുടെ മൂത്തമോനെ നമ്മൾ ഒരുപാട് ഓടി നടക്കേണ്ടത്, കുറെ ടെൻഷൻ അടിച്ച് എന്താ പറയണേ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈശ്വരനോട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി. അപ്പോ ഈ ഒരു വീഡിയോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണാം. അപ്പൊ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.